നമസ്കാരം. മിഡിൽ ഈസ്റ്റിനെ ആകെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശത്രുത ഒടുവിൽ പരസ്യമായ യുദ്ധത്തിലേക്ക് വഴിമാറുന്നു. ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ US സൈന്യം അതിശക്തമായ ബോംബാക്രമണം ആരംഭിച്ചതായാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മിലിറ്ററിയുടെ സെൻട്രൽ കമാൻഡ് തന്നെയാണ് ഇറാനിലെ ഒന്നിലധികം ലക്ഷ്യങ്ങൾക്ക് നേരെ തങ്ങളുടെ സൈന്യം അധിക സ്വയംരക്ഷാ ആക്രമണങ്ങൾ നടത്തിയതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഇറാനിലുടനീളം വലിയ തോതിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒമാൻ ഉൾക്കടലിൽ ഇറാന്റെ ഒരു എണ്ണക്കപ്പൽ അമേരിക്കൻ സൈന്യം തകർത്തതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അതിന്റെ പാരമ്യത്തിൽ എത്തുകയാണ്. ഇറാനിൽ നിന്നും എണ്ണ കടത്താൻ ശ്രമിച്ച കപ്പലാണ് US സൈന്യം തകർത്തത്. അമേരിക്കയുടെ ഈ നീക്കത്തിന് പിന്നാലെ ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ എണ്ണക്കടത്തു പാതയായ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടിയതായി ഇറാന്റെ സംയുക്ത സൈനിക കമാൻഡും പ്രഖ്യാപിച്ചു. ഇനി ഈ പാതയിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുന്ന ഏത് കപ്പലിനെയും തങ്ങൾ ലക്ഷ്യമിടുമെന്നും ആക്രമിച്ചു തകർക്കുമെന്നാണ് ഇറാന്റെ കടുത്ത മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ വിമാനത്തെ ഇറാൻ ലക്ഷ്യം വെക്കുകയും തകർത്ത് കളയുകയും ചെയ്തത്. ഇതിന്റെ തൊട്ടു മറുപടി എന്ന രീതിയിൽ അമേരിക്ക ഇറാനിലേക്ക് ആക്രമണം നടത്തിയിരുന്നു. ഇറാൻ പ്രത്യാക്രമണം നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ രാജ്യം അണുവിട വഴങ്ങില്ലെന്നും ഇറാൻ ശക്തമായി ഉറച്ചു നിൽക്കുമെന്നും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുമെന്ന് അമേരിക്കയുടെ ഭീഷണി അദ്ദേഹം ശക്തമായി അപലപിക്കുകയും ചെയ്തു. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ നിർണായക വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ യുദ്ധസമാന അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഹോർമൂസ് കടലിടുക്കിലൂടെ 100 ദശലക്ഷത്തിലധികം ബാരൽ എണ്ണ കടത്തിവിടാൻ അമേരിക്കൻ സൈന്യം ഇതുവരെ അതീവ രഹസ്യമായി നടത്തിയ സൈനിക നീക്കത്തിലൂടെ സാധിച്ചുവെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ രഹസ്യ ഓപ്പറേഷന്റെ വിവരങ്ങൾ ലോകത്തെ അറിയിച്ചത്. കഴിഞ്ഞ മാസം താൻ നൽകിയ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് US സൈന്യം വാണിജ്യ കപ്പലുകൾക്കും എണ്ണക്കപ്പലുകൾക്കും സംരക്ഷണം നൽകിക്കൊണ്ട് ഈ ദൗത്യം നടപ്പിലാക്കിയതെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇതിലൂടെ 200-ലധികം വാണിജ്യ കപ്പലുകൾ സുരക്ഷിതമായി കടന്നുപോയെന്നും ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇപ്പോൾ അമേരിക്കയുടെ കൈകളിലാണെന്നുമാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇറാന്റെ സൈന്യം പരാജയപ്പെട്ടെന്നും അവരുടെ സമ്പദ് വ്യവസ്ഥ തകർന്നടിയുമെന്നുമാണ് ട്രംപ് പരിഹസിച്ചത്. ഇറാനുമായി നിലവിൽ തുടരുന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ രാജ്യം ഇതുവരെ കാണാത്ത തരത്തിലുള്ള അതിശക്തമായ ആക്രമണം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരെ കണ്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാന്റെ സൈന്യം അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതിനോടുള്ള പ്രതികരണമായാണ് ഈ സൈനിക നീക്കമെന്നും ഏത് നിമിഷവും ആക്രമണം ആരംഭിക്കുമെന്നും ട്രംപ് മുൻപും പറഞ്ഞിരുന്നു. നയതന്ത്രപരമായ പരിഹാരത്തിനാണ് താൻ ഇപ്പോൾ മുൻഗണന നൽകുന്നതെന്നും അത് അർത്ഥവത്തായ ഒരു കരാറിലൂടെ മാത്രമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇറാൻ അണവായുധം നിർമ്മിക്കില്ലെന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിലും അന്തിമ കരാറിൽ ഒപ്പുവെക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ അമേരിക്കൻ സൈന്യം ബോംബ് വർഷം ആരംഭിക്കുന്നത്. ഇതോടെ മേഖലയിൽ പൂർണ്ണതോതിലുള്ള യുദ്ധത്തിനുള്ള സാധ്യതകൾ ഏറി വരികയാണ്. ഈ ഘട്ടത്തിൽ ഇറാന്റെ പ്രതികരണം ഹോർമൂസ് കടലിടുക്ക് അടച്ചുകൊണ്ടാണ്. ഇത് ഏത് തരത്തിൽ ലോകത്തെ ബാധിക്കുമെന്ന് നമ്മൾ കണ്ടതാണ്. അതിഭീകരമായ രീതിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വിലയൊക്കെ വർദ്ധിക്കും. ലോകം വലിയ ഇന്ധന പ്രതിസന്ധികളിലേക്ക് കടക്കാൻ പോവുകയാണ്. ഈ ഘട്ടത്തിൽ പശ്ചിമേഷ്യൻ യുദ്ധം വീണ്ടും മുറുകുകയാണ്.